ഓക്കെ, ഇന്റഗ്രേറ്റ് ദ ഫംഗ്ഷൻ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 6. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആദ്യമേ ചെയ്യാവുന്നത്? അത് ആദ്യമേ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യുക. അതായത് റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന രീതിയിലാക്കണം. എക്സ് സ്ക്വയർ പ്ലസ് 4x ഇതിനെ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ആക്കാൻ വേണ്ടി 4ന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 4/2. 4/2 സ്ക്വയർ ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ്? ഇത് തമ്മിൽ ക്യാൻസൽ ആയിക്കോളും. സോ 4/2 8 വരും, 2 ഹോൾ സ്ക്വയർ 4 വരും. ആ 4 ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക ചെയ്താൽ ഒരു മാറ്റവും ഇല്ല. എന്നിട്ട് 6 അതേപോലെ എഴുതി. കാരണം എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4ന് പകരം എനിക്ക് എന്തെന്ന് എഴുതാം? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈ രണ്ടിന് പകരം √2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് വന്നത്. ഇന്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് √2 ഹോൾ സ്ക്വയർ എന്നായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പില് u ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് എഴുതി. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് du ഈക്വൽ ടു എന്തെന്ന് എഴുതാം? കാരണം du/dx എത്ര കിട്ടും? 1 കിട്ടും. വിച്ച് ഇംപ്ലൈസ് du ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? dx എന്ന് കിട്ടും. മൊത്തം ക്വസ്റ്റ്യൻ എന്തായി മാറും? റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് √2 ഹോൾ സ്ക്വയർ du എന്നാകും. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ്. ഞാൻ പറഞ്ഞൊരു പാറ്റേൺ ഓർക്കുക. എന്താണ് ഫസ്റ്റ് പാറ്റേൺ? ഞാൻ പറയാം. x/2 എന്ന് എഴുതുക, ആ റൂട്ട് ആ വാല്യൂ എഴുതുക. പിന്നെ എന്താണ് മിഡിലെ സൈൻ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് തന്നെ കൊടുക്കുക. a²/2 എന്ന് കൊടുക്കുക. ഇനി എന്താണ്? നമ്മൾ ആ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്തിന്റെ ഫോർമുലയാണ്? ഇന്റഗ്രൽ 1/√ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ എന്താണ് ഫോർമുലയാണ്. അതങ്ങ് അപ്ലൈ ചെയ്യാം. ഇവിടെ വരുന്നത് എന്താണ്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ യുയിലാണ് വരുന്നത്. അതായത് u/2 റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് a²/2 ലോഗ് u പ്ലസ് റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി എന്ന് പറഞ്ഞു. ഇനി യുവിന് വരെ വാല്യൂ എത്ര ഇട്ട് കൊടുക്കുക? എക്സ് പ്ലസ് 2 ആണ്. അതുകൊണ്ടാണ് എക്സ് പ്ലസ് 2/2 ഏതാണ്? യു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് നമുക്ക് ഒബ്വിയസ്ലി എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 6 ആണ്. അടുത്ത എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 × 2 കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അടുത്ത ലോഗ് യുവിന് വരെ എത്രയെന്ന് വരും? എക്സ് പ്ലസ് 2 വരും. റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 6 പ്ലസ് സി എന്നുള്ള ആൻസർ കിട്ടും. ഇന്റഗ്രേറ്റ് ദ ഫംഗ്ഷൻ ഇന്റഗ്രൽ റൂട്ട് ഓഫ് 1 പ്ലസ് 3x മൈനസ് എക്സ് സ്ക്വയർ. ഈ ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആദ്യമേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ മൈനസ് എന്ന് എന്ത് ചെയ്യുക? വെളിയിലെടുക്കണം. അപ്പൊ 1 പ്ലസ് എന്നിങ്ങനെയായിരിക്കും നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുന്നത്. 1 ആദ്യം എഴുതി. എക്സ് സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു മൈനസ് വെളിയിലെടുത്തു. എക്സ് സ്ക്വയർ മൈനസ് 3x എന്ന് എഴുതി. കാരണം 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 3x. ഇനി എന്താണ്? അതിന്റെ 3/2, അതായത് കോഎഫിഷ്യന്റ് ഓഫ് എക്സിന്റെ സ്ക്വയറിന്റെ ഹാഫ് ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? ഉള്ളിലെ ആൻസർ 1 മൈനസ് എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ. മൈനസും മൈനസും കൂടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്ലസ് 9/4 എന്നുള്ളൊരു ആൻസർ കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കാണ് 1 പ്ലസ് 9/4 മൈനസ് എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ എന്നുള്ളൊരു ആൻസർ കിട്ടുന്നത്. അതാണ് റാഡിക്കൽ 1 പ്ലസ് 9/4 എന്ന് പറഞ്ഞാൽ 13/4 കിട്ടും. 3/2 ഹോൾ സ്ക്വയർ എന്നുള്ളൊരു ആൻസർ കിട്ടും. റൂട്ട് 13/2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 3/2 ഹോൾ സ്ക്വയർ. ഇനി പഴയ പോലെ ഒന്നും ചിന്തിക്കാനില്ല. പുട്ട് യു ഈക്വൽ ടു എക്സ് മൈനസ് 3/2 എ ഈക്വൽ ടു റൂട്ട് 13/2 du ഈക്വൽ ടു dx. ഈ എൻ്റയർ ചോദ്യം ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് യു സ്ക്വയർ du എന്ന രീതിയിലേക്ക് മാറും. അതിന്റെ ഫോർമുല റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ dx. അതായത് നമ്മുടെ സൈൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓർക്കുക. എയുടെ വാല്യൂ പോസിറ്റീവ് ആണ്. ഇവിടെ എ പോസിറ്റീവ് ആണ്, ഇവിടുത്തെ പോസിറ്റീവ് ആയിരിക്കും. ആ രീതിയിൽ ഓർക്കുക. എ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പം എന്ത് ചെയ്യുക? x/2 ടൈം റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് a²/2 ടൈം സൈൻ ഇൻവേഴ്സ് x/. എങ്ങനെയാണ് നോക്കുക? x/2 ക്വസ്റ്റൻ എവിടെ എഴുതുക. പിന്നെ എയുടെ സൈൻ ഇവിടെ എന്താണ്? പോസിറ്റീവ് ആണ്. എയുടെ സൈൻ കൊണ്ട് a²/2 തന്നെ വന്നു. അടുത്തത് ഈ കാണുന്ന റിസൾട്ട് എന്തിന്റെ പാർട്ടാണ്? ഈ സൈൻ ഇൻവേഴ്സ് x/a എന്ന് പറഞ്ഞ എന്തിന്റെ റിസൾട്ട് ആണ്? ഇത് ഇന്റഗ്രൽ 1/. അതേ ക്വസ്റ്റ്യൻ തന്നെ ഡിനോമിനേറ്റർ വന്നാലുള്ളതിന്റെ എന്താണ്? റിസൾട്ട് ആണ്. ആ ഒരു പാറ്റേൺ വെച്ച് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി ഇപ്പം ഈ ഒരു ഗിവൻ സിറ്റുവേഷനിൽ സൊല്യൂഷൻ നമ്മൾ ഏതിന്റെ പേരിൽ എഴുതണം? യുവിന്റെ പേരിൽ എഴുതണം. അപ്പൊ യുവിന്റെ പേരിൽ എഴുതുവാണെങ്കിൽ നമുക്ക് സെയിം സാധനത്തിന് എത്ര കിട്ടും? u/2 a സ്ക്വയർ മൈനസ് യു സ്ക്വയർ a²/2
sin inverse u by a plus c. u ന് വാല്യൂ ഇട്ട് കൊടുക്കുക. u എത്രയാണ്? x minus 3 by 2. So x minus 3 by 2 by 2 1 plus 3x minus x square എന്ന് കാരണം a square minus x square ആ ഉള്ളിൽ കാണുന്ന ടൈം തന്നെയാണ്. പ്ലസ് a square എന്ന് പറഞ്ഞാൽ 13 by 4 by 2 sin inverse u by a. ഓക്കെ, അങ്ങനെ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതേ ആൻസർ തന്നെ. ഇനി ജസ്റ്റ് പിന്നെ എന്ത് ചെയ്താൽ മതി, ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, 2x minus 3 ഒരു ഡിവൈഡഡ് ബൈ ഒരു 2 ഇവിടെ വരും. ആൻസർ അടിച്ചിരി നമ്മളിലോട്ട് മൂവ് ചെയ്യിച്ചാൽ. ഓക്കെ, ഓക്കെ. Now എത്ര കിട്ടും? 2x minus 3 by 4 കിട്ടും, 13 by 8 കിട്ടും, sin inverse 2x minus 3 by root 30. കാരണം ഇവിടുത്തെ 2 ഉം കൂടെ എന്ത് ചെയ്യും? കട്ട് ചെയ്യും.